ഹായ് ഹലോ ഗൈസ് വൺസ് സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജുപോർട്ട് CUT. മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എജുപോർട്ടിൻ്റെ CUT ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ എക്കണോമിക്സ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും എന്ന വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. വേറെ ഒന്നുമല്ല, കഴിഞ്ഞ വർഷം CUT UG എക്കണോമിക്സിന് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കറിയാം, പെൻ ആൻഡ് പേപ്പർ എക്സാം ആയിരുന്നു നമുക്കുണ്ടായിരുന്നു അല്ലേ? പെൻ ആൻഡ് പേപ്പർ എക്സാം ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സിലബസിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്സാം മോഡ് മാറിയിട്ടുണ്ട്. എന്താണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നമുക്ക് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും അതിലെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വരിക? ഒരു മാറ്റമല്ല, നമ്മൾ സാധാരണ പെൻ ആൻഡ് പേപ്പറിൽ കാണുന്ന അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ എന്താണ്, നമുക്കവിടെ എലിമിനേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ എക്സാമിന് എലിമിനേഷൻ ടെക്നിക്ക് വർക്ക് ആകുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാര്യമായിട്ട് നോക്കുന്നത്. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണണം. കാരണം എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ ടെക്നിക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രം അവിടെ പറയും. ഓക്കെ, എലിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെട്ടി ഒഴിവാക്കുന്ന പരിപാടിയാണ്. ഓക്കെ, ഞാനൊക്കെ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് NMMS പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയ ഒരു സംവിധാനമായിരുന്നത്. അത് ഞങ്ങളെ പഠിപ്പിച്ച സാറ് പറഞ്ഞ ടെക്നിക്കാണ്. സംഭവം സിമ്പിളാണ്, നോക്കിക്കോട്ടോ. എന്താ നമുക്ക് നോക്കാം. അതിനാദ്യം നമ്മൾ അറിയേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് പരീക്ഷയ്ക്ക് 2 ടൈപ്പിലുണ്ടാവുക. ഒന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലെവൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ചോദിച്ചിരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു 7ാമത്തെ ചോദ്യമാണ് ഞാൻ അവിടെ കൊടുത്തുള്ളത്. ആർട്ടിക്കിൾ 112 അഥവാ 112ാമത്തെ ആർട്ടിക്കിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മുടെ ബജറ്റിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യൂണിയൻ ബജറ്റിനെ കുറിച്ച് സിമ്പിളായിട്ട് നമുക്ക് ഡയറക്റ്റ് ഉത്തരം കിട്ടി. എന്താണ് ഉത്തരം വരിക? ഓപ്ഷൻ 3 അഥവാ യൂണിയൻ ബജറ്റാണ് നമ്മുടെ ഉത്തരം വരിക. ഇനി അതേപോലെ 8ാമത്തെ ചോദ്യം നോക്കി നിങ്ങളുടെ, ഓൾ ദോസ് എലമെന്റ്സ് വിച്ച് ക്രിയേറ്റ് ലയബിലിറ്റി ആൻഡ് ഡിക്രീസ് അസറ്റ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ആസ്തി കുറക്കുന്ന, ഗവൺമെന്റ് ആസ്തി എന്ത് ചെയ്യുന്നു, കുറക്കുന്നുണ്ട്. അതേപോലെ എന്ത് ചെയ്യുന്നു, ബാധ്യത സൃഷ്ടിക്കുകയും ചെയ്യുന്നത് എന്ത് അസറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, റവന്യൂ റെസിപ്റ്റിനും ക്യാപിറ്റൽ റെസിപ്റ്റ് അതേപോലെ റവന്യൂ പേയ്മെന്റിനൊന്നും ഇവിടെ റോളില്ല. പിന്നെ ആർക്ക് മാത്രമേ ഉള്ളൂ? ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ റെസിപ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ പേയ്മെന്റ് ഉണ്ട് അല്ലേ? നമ്മുടെ അസറ്റ് എന്ത് ചെയ്യുന്നു, കുറക്കുന്നു. അതേപോലെ ലയബിലിറ്റി കൂട്ടുകയും ചെയ്യുന്ന ആളാരാണ്? അത് ക്യാപിറ്റൽ റെസിപ്റ്റ് അല്ലേ? ആണോ നമുക്കറിയുന്ന കാര്യമാണല്ലേ അത്? ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ റെസിപ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, സാധാരണ അവിടെ പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ത് വരിക? ഓപ്ഷൻ എ തന്നെയാണ് നമ്മുടെ ഉത്തരം, അല്ലെങ്കിൽ ഫസ്റ്റ് ആൻസർ ആണ് നമ്മുടെ ഉത്തരം വരിക. ഇത് ഡയറക്റ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാം. ഇനി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അഥവാ സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എങ്ങനെ അതിന് ആൻസർ കണ്ടുപിടിക്കാം, അതിനുള്ളൊരു സൂപ്പർ ടെക്നിക്കാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള മക്കളെ. നിങ്ങൾ നോക്കിക്കോളൂ, വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ശരിയായത്, ട്രൂ ആയിട്ടുള്ള കാര്യം എടുക്കാനാണ് നമ്മളോട് പറഞ്ഞോ. അതായത് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് ഇല്ലേ, മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന പാഠം, ആ പാഠഭാഗത്ത് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളടാം. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് കൺട്രോൾ ദ എക്സ്റ്റെന്റ് ഓഫ് മണി സപ്ലൈ ബൈ ചേഞ്ചിങ് CRR. നമുക്കറിയാം CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വേറെ ഒന്നിനു വേണ്ടിയില്ല, നമ്മുടെ മണി സപ്ലൈ എന്താണ്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? മണി സപ്ലൈ ബൈ ചേഞ്ചിങ് CRR റേറ്റ് കൺട്രോൾ ചെയ്യുന്ന വഴി എങ്ങനെ ചെയ്യാറുള്ളത്? വേറെ ഒന്നുമല്ല, CRR എന്ത് ചെയ്യും, ചിലപ്പോൾ സമയങ്ങളിൽ ഗവൺമെന്റ് കൂട്ടുകയും അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറയ്ക്കുകയും ചെയ്യാറുണ്ട്. ഇത് എക്കണോമിക്സ് പഠിച്ചാൽ എല്ലാവർക്കും അറിയുന്നവരാണ്. CRR എന്താണെന്ന് അറിയാം, ക്യാഷ് റിസർവ് റേഷ്യോ. അത് മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് നമുക്കറിയാം. നമുക്ക് ഉറപ്പിക്കാം, അവിടെ തന്നെ ഉറപ്പിക്കാൻ തന്നെ ഓപ്ഷൻ എ ശരി ഉത്തരമാണ് നമുക്ക് ഉറപ്പിക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ടായിരുന്നല്ലോ, അടുത്ത ഓപ്ഷൻ B C D വായിക്കല്ല നമ്മൾ ചെയ്യേണ്ടത്, പകരം നേരെ പോലെ നമുക്ക് എ ഓപ്ഷൻ ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എ ഉത്തരമായിട്ട് വരുന്നത് മാത്രമേ നമുക്ക് ശരി ഉത്തരം ഉണ്ടാവുള്ളൂ. എന്താ കാരണം? ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് എടുക്കാനാണ് പറഞ്ഞത്. ശരിയായ സ്റ്റേറ്റ്മെന്റിൽ ഒന്നാണ് എന്ത്, എ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ എ ഉള്ളത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനിൽ എ വരുന്നുണ്ട്, രണ്ടാമത്തെ ഓപ്ഷനിൽ എ വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അത് വെട്ടിക്കളയാം. ലാസ്റ്റ് വൺ ഏതാണ്? ഈ പറഞ്ഞ 4ാമത്തെ ഓപ്ഷനിലും എ ഉണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, 3ാമത്തെ ഓപ്ഷൻ നമ്മൾ വെട്ടിക്കളഞ്ഞ് നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ ശരിയാവാനുള്ള ചാൻസ് എത്രയാണ്? നമുക്ക് ഇനിയുള്ളത് ഈ പറഞ്ഞ 75% എന്താണ്, ഇതിൽ ഏതെങ്കിലും ഉണ്ട് അല്ലേ? ആദ്യം നമുക്ക് 25% ഉണ്ടായിരുന്നത്, ഇപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് എന്ത് ചെയ്തു, ഒന്നുകൂടി കൂടി. നമുക്കിപ്പോൾ ശരിയാവാനുള്ള ചാൻസ് 1/3 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഇത് പെട്ടെന്ന് കത്തിക്കൊള്ളുന്നില്ല. ഓക്കെ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് പഠിച്ചവനെ ഇങ്ങനെ സംഭവം പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഔട്ട് റൈറ്റ് എന്താണ്, അല്ലെങ്കിൽ അപ്പ് റൈറ്റ് എന്താണ്? ഈ ഒരു സംഗതി ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, അത് അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. ഇനി നിങ്ങൾ നോക്കി, ഈ പറഞ്ഞ മൂന്ന് ഓപ്ഷനിൽ അതായത് നമ്മുടെ ഓപ്ഷൻ നമ്പർ 1, ഓപ്ഷൻ നമ്പർ 2 ആൻഡ് ഓപ്ഷൻ നമ്പർ 4, ഈ പറഞ്ഞ 3 ഓപ്ഷനുകളിലും കോമൺ ആയിട്ട് വരുന്ന ലെറ്റർ ഏതാ? നിങ്ങൾ നോക്കിയേ, ഡി എന്ന് പറയുന്നത് എന്താണ്, ട്രൂ ആണ് നമുക്ക് മനസ്സിലാക്കാം. എന്താ പറയുക? കാരണം ഈ പറഞ്ഞ ഡി എന്ന് പറയുന്നത് എല്ലാത്തിലും വരുന്നുണ്ട് കണ്ടോ, 3 ഡി വരുന്നുണ്ട്, ആൻഡ് എയും വരുന്നുണ്ട് 3 അല്ലേ? എയും ഡിയും ട്രൂ ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യം, കാരണം എ ഓൾറെഡി ട്രൂ ആണ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ കാര്യമാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി കോമൺ ആയിട്ട് വരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെ മാത്രമേ ഉള്ളൂ? ഇവിടെ ഒരു സി വരുന്നുണ്ട്, ഇവിടെ ഒരു ബി വരുന്നുണ്ട്,
ആൻഡ് ഇവിടെ ഒരു ഇ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്ന കാര്യത്തുള്ളൂ, ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണ് എ ഫോൾ ഇൻ ദ ബാങ്ക് റേറ്റ്. സി മാത്രം നോക്കി നിങ്ങളോട് എ ഫോൾ ഇൻ ദ ബാങ്ക് റേറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. ഫോൾ ഇൻ ദ ബാങ്ക് റേറ്റ് പറയുന്നതിന് ബാങ്ക് റേറ്റ് ആർ ബി ഐയുടെ ഒരു മോണിറ്ററി പോളിസിയിൽ വരുന്നതാണല്ലോ ഇൻസ്ട്രുമെൻറ്റ്, അതേതാണ് ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ. ഈ ബാങ്ക് റേറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്, ബാങ്ക് റേറ്റ് കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ഈ റിസർവ് ബാങ്ക് ലോൺ കൊടുക്കാറുണ്ട്. അതിൻ്റെ എമൗണ്ടിന് അതിൻ്റെ പലിശ നിരക്കിനാണ് ബാങ്ക് റേറ്റ് എന്ന് പറയാം. അത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ബാങ്കുകളെല്ലാവരും പോയിട്ട് റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കും. അങ്ങനെ റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എല്ലാ ബാങ്കുകൾക്കും കൂടുതൽ പൈസ കിട്ടും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യുക, മണി സപ്ലൈ എക്കോണമിയിൽ എന്താ ചെയ്യുക, എല്ലാ ബാങ്കുകൾക്കും പൈസ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, മണി സപ്ലൈ കൂടുന്നതാണ് അല്ലേ. മണി സപ്ലൈ കൂടുന്നതാണ് വേണ്ടത്. പക്ഷേ നിങ്ങൾ നോക്കി, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എന്താ, എ ഫോൾ ഇൻ ദ ബാങ്ക് റേറ്റ് ക്യാൻ റെഡ്യൂസ് അല്ലെങ്കിൽ ഡിക്രീസ് ദ മണി സപ്ലൈ എന്നാണ്. മണി സപ്ലൈ കുറക്കുന്ന പറഞ്ഞാൽ അത് ശരിയാണോ, തെറ്റാണ്. എന്താ കാരണം, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്താ, ബാങ്ക് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ മണി സപ്ലൈ എന്ത് ചെയ്യും, കൂടുമെന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. പക്ഷേ ഇവിടെ തെറ്റായിട്ടെന്നുള്ളത്. അപ്പോൾ നമുക്കത് വെട്ടിക്കളയാം. ഓപ്ഷൻ സി എന്തായാലും വരാൻ പാടില്ല. ഓപ്ഷൻ സി എന്തായാലും ശരി ഉത്തരമായിട്ട് വരില്ല. ഉറപ്പാണല്ലോ, ഓപ്ഷൻ സി എന്തായാലും ശരി ഉത്തരമായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സി വരുന്ന ഓപ്ഷൻ നമുക്കവിടെ വെട്ടിക്കളയാം. അപ്പോൾ നോക്കിയോളൂ, സി വരുന്ന ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ, ഞാൻ അതും കൂടി വെട്ടിക്കളഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ ഉത്തരം ശരിയാവാനുള്ള ചാൻസ് എത്രയാണ്, 50-50. എന്താണ് 50-50. ഇത് എപ്പോഴാണ് അറിയാം നമ്മൾ യൂസ് ചെയ്ത്, ഈ പറഞ്ഞ 5 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആകെ 2 സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലും നമ്മൾ എന്ത് ചെയ്തു, 5ൽ 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അറിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ശരി ഉത്തരത്തിലേക്ക് എത്തുകയാണ് ചെയ്ത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന മൊമെൻറ്റിൽ പോലും ശരി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വെല്ലുവിളി ഒന്നുമില്ല, നമുക്ക് ശരിക്കും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കാണാം. ഇനി നമുക്ക് നോക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സെല്ലിംഗ് ഓഫ് ബോണ്ട് ബൈ RBI ലീഡ്സ് ടു റിഡക്ഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് റിസർവ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ബോണ്ട് ഓക്കെ, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ബോണ്ടിൻ്റെ കാര്യം നമ്മളത് വായിച്ചു നോക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. ഓൾറെഡി എന്താ പറയുക, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, നമ്മൾ ആദ്യം കണ്ടെത്തി കഴിഞ്ഞു. ഡി വായിച്ചു നോക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് ഒന്ന് നോക്കി നിങ്ങളോട്, ദ RBI ക്യാൻ ഇൻഫ്ലുവൻസ് മണി സപ്ലൈ ബൈ ചേഞ്ചിങ് ദ റേറ്റ് അറ്റ് വിച്ച് ഗിവ്സ് ലോൺസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. എന്താ പറഞ്ഞത്, നമ്മൾ ബേസിക്കലി പഠിച്ചിട്ടുള്ള മോണിറ്ററി പോളിസി പഠിച്ചിട്ടുള്ള കാര്യം, ആ സ്റ്റേറ്റ്മെൻറ്റാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. RBIക്ക് എന്ത് ചെയ്യാൻ പറ്റും, മണി സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മണി സപ്ലൈ ഇൻഫ്ലുവൻസ് ചെയ്ത് മാറ്റാൻ പറ്റും. എങ്ങനെ, ബൈ ചേഞ്ചിങ് ദ റേറ്റ് എന്ന് വെച്ചാൽ ചേഞ്ചിങ് റേറ്റ് പറഞ്ഞാൽ RBIയുടെ ഒരുപാട് റേറ്റുകൾ, ബാങ്ക് റേറ്റ് ഉണ്ട്, CRR, SLR, BR, CRR, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ടേമുകളുണ്ട്. അപ്പോൾ അത് വെച്ച് മാറ്റാൻ പറ്റുന്ന പറഞ്ഞിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഇത് ആർക്കാണ് ലോൺ കൊടുക്കുന്നത്, ഗിവ്സ് ടു ലോൺസ് കൊമേഴ്ഷ്യൽ ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാറില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണിത്, ഓപ്ഷൻ ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി നിങ്ങൾ നോക്കാം, നമുക്കിവിടെ കിട്ടിയായിരുന്ന ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ആൻഡ് നമുക്കറിയുന്ന മറ്റൊരു കാര്യം സി തെറ്റാണെന്ന് നമുക്കറിയുന്നു. അപ്പോൾ വെറും 3 സ്റ്റേറ്റ്മെൻറ്റ് അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഉത്തരത്തിലേക്ക് എത്തുന്നത്. 3 സ്റ്റേറ്റ്മെൻറ്റ് അടിസ്ഥാനത്തിൽ നമ്മുടെ ഉത്തരത്തിൽ ഫൈനലായിട്ട് നമുക്ക് ആൻസർ കിട്ടും. എന്താണ് വരിക, നമുക്ക് ഓപ്ഷൻ അവസാനത്തെ ഓപ്ഷനായിട്ട് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി തരുന്നത്. നിങ്ങൾ നോക്കി, അപ്പോൾ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞേക്കാം, തുടക്കത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദഹിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം അത് തന്നെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഇത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ സമയത്ത് അതിൽ 5 സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ നമുക്ക് അറിഞ്ഞോളണമെന്നില്ല, 5 ഓപ്ഷൻസ് ചിലപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെന്നില്ല. പക്ഷെ അതിൽ ഒന്നെങ്കിലും നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്തിനാണ് ആ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കണം. കാരണം കിട്ടിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടാൻ പോകുന്നത്, 5 മാർക്കാണ് കിട്ടാൻ പോകുന്നത്. ഇനി ഇത് തെറ്റിയാൽ പോലും നിങ്ങൾക്ക് എത്ര മാർക്കാണ് പോകുന്നത്, ആകെ 1 മാർക്കേ പോകുന്നുള്ളൂ. അപ്പോൾ നോക്കി, നിങ്ങളവിടെ റിസ്ക് എടുക്കണം, ചാൻസ് എടുക്കണം, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, രണ്ടാമത് അതേപോലെ ഒരു മോഡൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നു. മാച്ച് എ വിത്ത് ബി, അല്ലെങ്കിൽ എന്താ പറയും, ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം മാച്ച് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൽ തന്നിരിക്കുന്ന ബാങ്ക് റേറ്റ്, MSF, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചിട്ടുള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന മണി ആൻഡ് ബാങ്കിലാണ് അല്ലേ. ഇതിൽ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റുമാണ് ശരിക്കും നമ്മുടെ തുറുപ്പ് ചീട്ടായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിസർവ് ബാങ്കിൻ്റെ കയ്യിൽ നിന്നും കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് എന്ത് ചെയ്യും, RBI ലോൺ കൊടുക്കാറുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാറുണ്ട് അല്ലേ. എന്നാൽ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ്. RBI എന്ത് ചെയ്യും, ലോൺ കൊടുക്കുക മാത്രമല്ല ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യും, ലോൺ വാങ്ങാറുണ്ട് ഇല്ലേ. അപ്പോൾ അതേ സംഗതി തിരിച്ചു പറഞ്ഞതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് നമുക്കറിയാം. ഇനി നിങ്ങൾ നോക്കുക, ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് ഓപ്ഷൻ ഡി അല്ലേ, അതുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റോട് നോക്കി നിങ്ങളുടെ സെക്യൂരിറ്റീസ് ആർ പ്ലഡ്ജ്ഡ് ഓർഡർ ടു റീപർച്ചേസ് മിനിമം റേറ്റ് അറ്റ് വിച്ച് ഫണ്ട്സ് ആർ പ്രൊവൈഡ് ഫോർ ലോങ് ടേം ഓൾസോ നോൺ ആസ് പെയിനൽ ഇൻട്രസ്റ്റ് റേറ്റ്. പക്ഷേ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, സെൻട്രൽ ബാങ്ക് ബോറോസ് ഫണ്ട് ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കുകൾ എന്ത് ചെയ്യുന്നു, അഥവാ നമ്മുടെ റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്നും ലോണുകൾ വാങ്ങുന്നു. അതിന് നമ്മൾ എന്താ പറയുക, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താ പറയുക റിവേഴ്സ് റിപ്പോ റേറ്റ്. അപ്പോൾ നമുക്കിവിടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്താണ് ഫസ്റ്റ് ഈ പറഞ്ഞ ഡി എന്ന് പറഞ്ഞതിന് ഓപ്ഷൻ മാച്ച് ചെയ്ത് ഏത് വരിക, നാലാമത്തെ ഓപ്ഷൻ വരിക. അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടിയതിനാണ്
4 വരേണ്ടത്. ഇനി ആ ഓപ്ഷൻ മാത്രമല്ല നമുക്ക് ശരി ഉത്തരം ഉണ്ടാവുള്ളൂ, ഉറപ്പാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. അപ്പോൾ D4 വരുന്ന ഓപ്ഷൻ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. 3ഉം 4ഉം നമുക്ക് എന്ത് ചെയ്യാം, ആ സ്പോട്ടിൽ തന്നെ വെട്ടിക്കളയാം. ഇപ്പം നമ്മുടെ ഉത്തരം ശരിയാവാനുള്ള ചാൻസ് എത്രയാണ്? 50-50 ആണ്. കണ്ടോ, ഈ പറഞ്ഞ 4 തന്നതിൽ 1 മാത്രം അറിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, 50-50 നമ്മുടെ ചാൻസ്. ഒന്നുകിൽ ശരിയോ അല്ലെങ്കിൽ തെറ്റോ വരാനുള്ള ചാൻസ് നമുക്ക് ഇപ്പോൾ ആ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അല്ലേ. ഇനി ഇതെങ്ങനെ ശരിയിലേക്ക് എത്തിക്കാം നമുക്ക് നോക്കാം. ഈ റിവേഴ്സ് റിപ്പോ റേറ്റിൻ്റെ കുടുംബക്കാരൻ അല്ലെങ്കിൽ ബന്ധുവാണല്ലോ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ. റിപ്പോ റേറ്റിൽ നമ്മൾ റിപ്പോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താ ശരിക്കും? റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ് അല്ലേ. റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ റീപർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ നിങ്ങൾ കണ്ടാലും ഉറപ്പിച്ചോളൂ, ഒന്നുകിൽ റിപ്പോ റേറ്റ് അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ എവിടെയെങ്കിലും റീപർച്ചേസ് എന്ന് പറഞ്ഞ ടേം കാണുന്നുണ്ടോ നോക്കാം. ഞാൻ കാണുന്നുണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ റീപർച്ചേസ് എന്നാണ് കാണുന്നത് അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടത് റീപർച്ചേസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കവിടെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ സി എന്ന് പറഞ്ഞിട്ട് മാച്ച് ചെയ്ത് വരുന്നത് 1 അല്ലേ. ഓപ്ഷൻ സി ആയിട്ട് മാച്ച് ചെയ്യുന്നത് 1. അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക്. ഓപ്ഷൻ സി ആയിട്ട് മാച്ച് ചെയ്യുന്നത് 1 വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയൊരു കാര്യം മനസ്സിലാവും, ഇവിടെ C3 ഉണ്ട്, C1 ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കി വായിച്ചു നോക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 1 വെട്ടിക്കളയാം. കാരണം അവിടെ C3 എന്നാണ് തന്നിരിക്കുന്നത്, അതല്ല വരിക. സി ആയിട്ട് മാച്ച് ചെയ്യുന്നതാണ് 1 അല്ലേ. അപ്പോൾ നമ്മൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഏതാണ് വരിക? ഓപ്ഷൻ 2 ആണ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, നമുക്കറിയുന്ന വെറും 2 ആൾക്കാർ റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ആണെന്ന് മാത്രം വിചാരിക്കുക. എന്നിട്ട് പോലും നമുക്കത് ശരി ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. എന്താ കാരണം? യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കൊരു ചോയ്സ് കിട്ടണം അവിടെ ശരി ഉത്തരത്തിലേക്ക് എത്താൻ. എന്നാൽ നേരെ മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടോ, ഇത് ഫാക്ട് അറിയുന്ന ഒരാൾക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇത് ആൻസറിലേക്ക് എത്താനുള്ള ഒരു തുറപ്പിച്ചിട്ട് അവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരം തരിക ഓപ്ഷൻ 2 ആണ് വരിക. ബാക്കിയൊക്കെ സിമിലർ ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇനി ലാസ്റ്റ് ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. അറേഞ്ച് ദ ഫോളോവിങ് എലമെന്റ്സ് കറക്റ്റ് ക്രൊണോളജിക്കൽ സീക്വൻസ്. കറക്റ്റ് ക്രൊണോളജിക്കൽ സീക്വൻസ് പറഞ്ഞാൽ ഈ ക്രൊണോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഓർഡർ ആണ്. അതായത് ആദ്യം ഉണ്ടായതാണ്, അവസാനം ഉണ്ടായതാണ്. അപ്പോൾ ഈ ക്രൊണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും ലാസ്റ്റ് നടന്ന കാര്യം എന്ത് ചെയ്യണം, അവസാനം എഴുതണം. ഏറ്റവും ആദ്യം നടന്ന കാര്യം ആദ്യം എഴുതണം. നിങ്ങൾക്ക് ഇവിടെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്ന കാര്യം, എല്ലാവരും പ്ലസ് 2 പഠിച്ച ഒരാൾക്ക് മിനിമം അറിയുന്ന കാര്യമാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് WTO. WTO സ്ഥാപിച്ച വർഷമാണ് 1995. ഘാട്ട് കരാറിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ 1995 ഈ പറഞ്ഞിരിക്കുന്ന WTO ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഉറപ്പിക്കാമല്ലോ. അപ്പോൾ ഏറ്റവും അവസാനം ഈ തന്നിരിക്കുന്ന വായിക്കുക, സ്മിത്സോണിയൻ എഗ്രിമെൻറ്റ്, ബ്രട്ടൺ വുഡ് കോൺഫറൻസ്, ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, സ്മിത്സോണിയൻ എന്ന് പറയുമ്പോൾ ആഡം സ്മിത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ എന്തായാലും അത് ഈ WTO ഉണ്ടാക്കുന്ന സമയത്തുണ്ടോ? ഇല്ല, ഒരിക്കലും. അപ്പോഴൊക്കെ സ്മിത്ത് മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ. അതേപോലെ ബ്രട്ടൺ വുഡ് ടിൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ഈ പറഞ്ഞ വേൾഡ് ബാങ്കും IMF കുറിച്ചാണ്. അപ്പോൾ അതായിരിക്കും അല്ല, അത് 2ാം ലോകമായതും കഴിഞ്ഞ ഉടനെ ഉണ്ടായില്ലേ, അപ്പോൾ അതും വരില്ല. പിന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. ഗോൾഡ് സ്റ്റാൻഡേർഡ് എവിടെ കിടക്കുന്നത്? ഗോൾഡ് സ്റ്റാൻഡേർഡ് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ്, അതൊക്കെ ഇതിന് മുൻപുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഏറ്റവും ലാസ്റ്റ് ഏത് വരേണ്ടത്? ഓപ്ഷൻ സി ആണ് വരേണ്ടത് അല്ലേ. ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ സി ആണ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ലാസ്റ്റ് വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട് നോക്കാം. നമുക്ക് യഥാക്രമം 1ഉം അതേപോലെ തന്നെ 4ാമത്തെയും വെട്ടിക്കഴിഞ്ഞാൽ 2ഉം 3ഉം കറക്റ്റ് മാച്ചിങ് ആണ്. എന്താ കാരണം? അതിൽ 2ൽ അവസാനത്തെ ഓപ്ഷൻ വരുന്നത് സി ആണ് വന്നിട്ടുള്ളത് അല്ലേ. ഇനി നിങ്ങൾ നോക്കുക, മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ പറഞ്ഞ ബ്രട്ടൺ വുഡ് കോൺഫറൻസ് എന്തായാലും വേണ്ടില്ല. ബ്രട്ടൺ വുഡിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ 2 സംഭവങ്ങളായിരുന്നു. ഒന്ന് വേൾഡ് ബാങ്ക് അല്ലേ, വേൾഡ് ബാങ്കും ഉണ്ട്, അതേപോലെ IMF ഉണ്ട്. രണ്ടും ഉണ്ടാക്കിയ വർഷം നമുക്കറിയാം എന്താണ്? 1945 അല്ലേ. ഫസ്റ്റ് വേൾഡ് വാർ അല്ല, സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയുന്ന കാര്യമാണിത്, ഉറപ്പല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഉറപ്പിക്കാം സി എന്ന് പറയുന്ന അവസാനം വരുന്ന ഓപ്ഷനാണ് അല്ലേ. സി നമുക്ക് എന്താണ്? അവസാനമാണ് വരുന്നത്. അത് ഓപ്ഷൻ 2ാമത്തെ ഓപ്ഷനിലും അങ്ങനെ തന്നെയാണ്, അതുപോലെ 3ാമത്തെ ഓപ്ഷനിലും സി തന്നെയാണ് അവസാനം വരുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ആദ്യം വരുന്ന ഓപ്ഷൻ ഏതാ? ആദ്യം വരുന്ന 2ലും ഡി ആണ്. അതായത് നമുക്ക് ഉറപ്പിക്കാം ഈ പറഞ്ഞ ഡിയും സിയും ഇനി നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഗോൾഡ് സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കേണ്ടായിരുന്നോ? ഒരു കാര്യമില്ല. കാരണം ഗോൾഡ് സ്റ്റാൻഡേർഡാണ് ആദ്യം വരിക എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ നമുക്ക് വരുന്ന എന്തായിരിക്കും? DABC എന്നായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? DBAC എന്ന് പറഞ്ഞ രീതിയിലേക്കും നമ്മുടെ ഓപ്ഷൻസ് ഉണ്ടാവുക അല്ലേ. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്ഷനായിട്ട് നമുക്ക് വരുള്ളൂ, അല്ലാതെ ഇനി ഡിയും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ എയും ബിയും ആണെന്ന കാര്യം ഉറപ്പിക്കാം. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, ആഡം സ്മിത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്മിത്സോണിയൻ അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നവരാണ്. ആഡം സ്മിത്തിൻ്റെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്, ആഡം സ്മിത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് വെൽത്ത് ഓഫ് നേഷൻസ് പറഞ്ഞ്, അത് 1776 പബ്ലിഷ് ചെയ്യുന്നത്. അതേപോലെ നമുക്കറിയാം ഈ പറഞ്ഞ ബ്രട്ടൺ വുഡ് കോൺഫറൻസ് നടക്കുന്നത് 1945 അതുവഴി
ഈ പറഞ്ഞ വേൾഡ് ബാങ്കും IMF ഉണ്ടായിട്ടില്ല. നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, 1945 ഉണ്ടായിരുന്നതാണോ അതോ സ്മിത്തിൻ്റെ ഈ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്, സ്മിത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അഗ്രിമെൻറ്റ്, ഓക്കെ, ആ അഗ്രിമെൻറ്റ് ഈ പറഞ്ഞ ബ്രെട്ടൻ വുഡ് ഉണ്ടായതിന് ശേഷമായിരിക്കും ഉണ്ടാവുക? ഒരിക്കലുമില്ല. കാരണം എന്താ, അതിൻ്റെ എത്രയോ നൂറ്റാണ്ട് മുൻപ് കഴിഞ്ഞു പോയ കാര്യമാണ് ആഡം സ്മിത്തായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ജസ്റ്റ് ഒരു കോമൺ സെൻസ് നിങ്ങളൊന്ന് ആലോചിക്കുക. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ഡി വരുന്നു, രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്, ആഡം സ്മിത്തായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് വിചാരിക്കാം, എ കൊടുക്കുന്നു, പിന്നെ ബി കൊടുക്കുന്നു, പിന്നെ സി കൊടുക്കുന്നു. നമ്മുടെ ഉത്തരം ഏതായിരുന്നു പറയുന്നത്? ഓപ്ഷൻ ഈ പറഞ്ഞ DABC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ഏതായിരുന്നു? അവസാനത്തെ ഓപ്ഷൻ, അഥവാ ഈ പറഞ്ഞ മൂന്നാമത്തെ ഓപ്ഷൻ ആയിരുന്നു നമ്മുടെ ശരി ഉത്തരം എന്ന് പറഞ്ഞിട്ടോ. DABC തന്നെയായിരുന്നു നമ്മുടെ ശരി ഉത്തരം വന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമ്മളിവിടെ ചെയ്ത കാര്യം എന്താണ്, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നമുക്കറിയായിരുന്നു? ഒരിക്കലുമില്ല. പക്ഷേ നമുക്കറിയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് പോലും നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം, എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കുക, നിങ്ങളിപ്പോൾ ഇവിടെ ട്രൈ ചെയ്ത് എത്ര മാർക്ക് കിട്ടുന്നത്? 5 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, ഉത്തരം തെറ്റിപ്പോയാൽ 1 മാർക്കേ കുറയുന്നുള്ളൂ. നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, അതിൽ 2 ശരിയായി കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടും? 10 മാർക്ക് കിട്ടും. 1 മാത്രം തെറ്റായി, ഓക്കെ, ഒന്ന് എന്ത് ചെയ്തു, നിങ്ങൾക്ക് തെറ്റായി എന്ന് വിചാരിക്കുക, എത്ര മാർക്ക് കുറയും? 1 മാർക്ക്. ഫലത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 9 മാർക്ക് അവിടെ കിട്ടും. ഇനി നിങ്ങൾ പറ, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലെവൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണോ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ആലോചിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എജുപോർട്ടിൻ്റെ CUT ചാനൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.